ഒരു ഭയങ്കര മഴയും കൊടുങ്കാറ്റും ഒക്കെ ഉള്ളൊരു ദിവസമേ. ഇതൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ നോക്കുമ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ജനലും ഡോറും എല്ലാം ലോക്കാണ്. ഒരു ഡോർ പോലും തുറക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ ജനൽ പൊട്ടിച്ചിട്ട് ഇറങ്ങാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് പോലും പൊട്ടിക്കാൻ പറ്റുന്നില്ല. ഇനി എത്ര കാലമെന്നറിയാതെ ഈ വീട്ടിലിങ്ങനെ ജീവിച്ചോണം. എങ്ങനെ ഉണ്ടാവും? അതാണ് ഈ പടം. പടത്തിൻ്റെ പേര് ദ ലാസ്റ്റ് ഹൗസ് എന്നാണ്. നെറ്റ്ഫ്ലിക്സിലുണ്ട്. ഒരു സയൻസ് ഫിക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു സർവൈവൽ പടമാണ്. നമ്മൾ ഈ സാധാരണ കാണുന്ന സർവൈവൽ പടങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറേ ആൾക്കാർ എവിടെയെങ്കിലുമൊക്കെ വരുന്നു, ഒരു ത്രെട്ട് ഉണ്ടാകുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു. അതുകൊണ്ട് കുറേയൊക്കെ നമുക്ക് ഗസ് ചെയ്യാനും പറ്റും. ചില പടങ്ങൾ ഭയങ്കര ബോറുമായിരിക്കും. പക്ഷേ ഈ പടം ഉണ്ടല്ലോ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഈ പടത്തിലെ നായകൻ്റെ ഫാമിലിയും അതുപോലെ ലോകത്തുള്ള എല്ലാവരും സ്വന്തം വീട്ടിലിങ്ങനെ ലോക്കായി പോകുന്നു. എന്നിട്ട് അവരുടെ വീട്ടിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ വെച്ചിട്ട് ഇനി എത്ര കാലം എന്നറിയാതെ ഇങ്ങനെ സർവൈവ് ചെയ്യണം. പക്ഷേ ഈ പടത്തിലെ പ്രധാന ത്രെട്ട് ഉണ്ടല്ലോ അതിതല്ല, അതിനി വരാൻ പോകുന്നതേ ഉള്ളൂ. അതെന്താണെന്നറിയാം, നിങ്ങൾ പടം കണ്ട് തന്നെ നോക്കുക. ഈ പടത്തിൽ ഇവർ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. അതുപോലെ ഇതിങ്ങനെ പതുക്കെ പതുക്കെ ബിൽഡായിട്ട് പോകുന്നുണ്ട്. ഈ വീടിനുണ്ടാകുന്ന ചേഞ്ചസും ഈ ആൾക്കാർക്കുണ്ടാകുന്ന ചേഞ്ചസും ഒക്കെ നമുക്കിങ്ങനെ ഫീൽ ചെയ്യും. ഈ പടത്തിൻ്റെ സ്റ്റോറി നമുക്ക് അങ്ങനെ ഗസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതുകൊണ്ട് ഒട്ടും ബോറടിക്കത്തില്ല. ഇതിൻ്റെ അവസാനത്തോട്ടൊക്കെ വരുമ്പോൾ അടിപൊളി ത്രില്ലിംഗ് ആണ്. അത് നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഉറപ്പായിട്ടും കണ്ടു നോക്കുക. ഇഷ്ടപ്പെടാൻ നല്ല സാധ്യതയുണ്ട്. നല്ല പടമാണ്. കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായെന്ന് പറയാം. ബൈ ബൈ.